ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ VK സനോജ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സനോജ്, ഡിവൈഎഫ്ഐക്കെതിരാണ് ഈ പ്രസ്താവന. മാത്രമല്ല, പൊതുച്ചോറ് വിതരണം ചെയ്യുന്ന ഈ പദ്ധതിയെ എതിർക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൊടിയടയാളത്തോടു കൂടിയാണ്. സുധാകരൻ പറയുന്നു, മുരളീധരൻ ഇതാ ശരിവെക്കുന്നു, അത്തരത്തിൽ പദ്ധതി അനുവദിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി. എന്താണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്? അത് ഇപ്പൊ അവര് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഇടപെടലിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഈ പൊതിച്ചോറിന്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആരും ഉന്നയിച്ചിട്ടില്ല. ഇപ്പൊ എന്താ പ്രശ്നം? കഴിഞ്ഞ 10 വർഷമായിട്ട് ഡിവൈഎഫ്ഐക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അംഗീകാരം, അതാണ് അവരെ അസ്വസ്ഥമാക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പൊതുച്ചോറിനെതിരെ വളരെ ഹീനമായിട്ടുള്ള അങ്ങേയറ്റം വൃത്തികെട്ട ഒരു പ്രസ്താവന നടത്തി. അതിനെ തുടർന്ന് ഇപ്പോ ഇവിടെ സുധാകരൻ ഉൾപ്പെടെയുള്ള വലതുപക്ഷ ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ള കുറെ ആളുകൾ, ഇവരെല്ലാം ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇതിനെ തകർക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞങ്ങള് കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ നിലയിൽ മറ്റ് പൊതുസമൂഹം കരുതുന്ന എല്ലാവരുടെ ഇടയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ശേഖരിച്ച് ഇതിന് രാഷ്ട്രീയമായിട്ടൊരു ലേവലും ഇല്ലാതെയാണ് എല്ലാ ദിവസവും മുടങ്ങാതെ അവിടെ വിതരണം ചെയ്യുന്നത്. ഞങ്ങൾ നിരവധി പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോഴും ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല. സഖാവ് VSന്റെ ഭൗതിക ശരീരം അന്ന് ആലപ്പുഴയിൽ പൊതുദർശനം വെക്കുമ്പോൾ ആ ആലപ്പുഴയിൽ ഉണ്ടായ ജനാരവം നമുക്കറിയാലോ. പക്ഷെ ആ ദിവസവും നമ്മുടെ സഖാക്കൾ രാവിലെ ഇറങ്ങി പൊതിച്ചോറ് ശേഖരിച്ച് കൃത്യമായി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടാണ് മറ്റ് സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ വെട്ടേറ്റ് മരിച്ച സന്ദർഭത്തിൽ ആ മേഖലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ തൃശ്ശൂരിൽ അവര് ഭക്ഷണപ്പൊതി ശേഖരിച്ച് അവിടെ കൊടുത്ത അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോവിഡിന്റെ ഘട്ടത്തിൽ, നിപ്പയുടെ ഘട്ടത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ആ കാര്യങ്ങൾ 10 വർഷമായി പോവുകയാണ്. അപ്പൊ അതിലെവിടെയാണ് രാഷ്ട്രീയം? യഥാർത്ഥ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇതിനെതിരായിട്ട് പ്രസ്താവന നടത്തുന്നവരാണ് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നത്. ഇത് വിശപ്പിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണൊന്നും ഞങ്ങളെതിരല്ല. ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഡിവൈഎഫ്ഐക്ക് മുന്നോട്ട് വരേണ്ടി വന്നത്. ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ നടപ്പാക്കി എല്ലാവർക്കും ഉച്ചഭക്ഷണം സർക്കാർ ഉറപ്പിച്ചാൽ പിന്നെ ഡിവൈഎഫ്ഐക്ക് ഉത്തരവാദിത്വം എടുക്കേണ്ടി വരില്ല. പക്ഷെ ഇന്നിപ്പോ കമ്മ്യൂണിറ്റി കിച്ചണൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പദ്ധതി തുടരും. അത് ആര് വിചാരിച്ചാലും അതിനൊന്നും തടയാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഈ സന്നദ്ധ പ്രവർത്തനവും സേവന പ്രവർത്തനത്തിനൊന്നും ആരുടെയെങ്കിലും അനുവാദമൊന്നും വേണ്ടല്ലോ. ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് ഇത്തരം സേവന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്തി കളയാം എന്ന് ധരിച്ചാൽ അത് വല്ലാത്ത വ്യാമോഹമാണ്. അതൊന്നും കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ശക്തമായ നിലയിൽ തന്നെ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, അങ്ങേയറ്റം ഹീനമായ നിലപാടാണ്. നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മുരളീധരനെ പോലുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ ശക്തമായി പ്രതിരോധിക്കും. ശരി, ഞാൻ തിരിച്ചെത്താം.